ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാവരെയും ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ സായാഹ്ന പ്രഭാത മീറ്റിങ്ങിലേക്ക് സന്തോഷത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഇത്രയും പേർക്ക് ഇന്ന് ഈ മീറ്റിങ്ങിൽ ചേർന്ന് വരുന്നതിനെ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നമുക്ക് ഈ മീറ്റിംഗ് ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുന്നതിൽ കർത്താവ് നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നതിൽ വളരെ സന്തോഷം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹമാകുന്നു എന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മുടെ തിരുവനന്തപുരത്തിൽ നിന്ന് സംസാരിക്കുന്നത് പാസ്റ്റർ ഫിലിപ്പ് ജോൺ, കൊല്ലം. കർത്താവിൻ്റെ ദാസനെ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് നമ്മുടെ ഈ പ്രയർ ലൈനിൽ വളരെ സജീവമായിരിക്കുന്നു. നാട്ടിലെ സമയം എല്ലാ ഞായറാഴ്ചയും രാവിലെ ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നു. നമ്മുടെ ഈ പ്രയർ മീറ്റിങ്ങിലുള്ള ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നു. കർത്താവിൻ്റെ ദാസൻ ചില വർഷങ്ങൾ നാഗ്പൂർ കേന്ദ്രമാക്കി IIT-യിലാണെന്ന് തോന്നുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നതാണ്. പിന്നീട് കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ അനുസരിച്ച് നാട്ടിലേക്ക് വരേണ്ടതായി വന്നു. അങ്ങനെ നാട്ടിലായിരിക്കുന്നു. പ്രധാനമായിട്ടും ചെയ്യുന്ന ഒരു മിനിസ്ട്രി കൺവെൻഷനിലൊക്കെ പോയി പാട്ടുകൾ പാടുക, അതിൻ്റെ ആ ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുക എന്നതാണ്. അത് കർത്താവിൻ്റെ ദാസൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഈ പ്രയർ ലൈനിൽ നൽകുന്ന എല്ലാ നേതൃത്വത്തിനും കർത്താവ് ധാരാളമായിട്ട് എൻ്റെ ദാസനെയും കുടുംബത്തെയും സഹായിക്കട്ടെ. ഇന്ന് തിരുവനന്തപുരത്തിൽ നിന്ന് കർത്താവിൻ്റെ ദാസനെ സംസാരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. കർത്താവെ, നീ എന്നോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. പാസ്റ്റർ ഫിലിപ്പ് ജോൺ. കർത്താവിൻ്റെ ദാസനെ കഴിയുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്യുക. കഴിയുമെങ്കിൽ എനിക്ക് ഈ ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തെ സ്തുതിക്കുകയും വീണ്ടും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അറിയാൻ പറ്റും. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് അന്നേരം ഓഫ് ചെയ്യാം. സൂര്യപ്രകാശമോ മറ്റോ മുഖത്ത് അടിക്കുന്നുണ്ട്. വളരെ ഒരു തേജോമയമായിട്ട് തോന്നുന്നു. നല്ലതാണ്. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമത്തെ ഞാൻ വീണ്ടും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. തിരക്കേറിയ പകൽക്കാലത്തിൽ ദൈവസന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി ചിക്കാഗോ പ്രയർ ലൈനിന്റെ മീറ്റിങ്ങിനോടൊപ്പമായിരിക്കാൻ സർവകൃപാലുവായ ദൈവം ജീവിതത്തിൽ നൽകിത്തന്ന വിലപ്പെട്ട സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരല്പമല്ലാത്ത ഭാരത്തോടെ ആയിരിക്കുന്നു. കാരണം എൻ്റെ സഭയിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രിയപ്പെട്ട ആന്റി ഞങ്ങളെ വിട്ട് കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. ഇന്ന് പ്രഭാതത്തിൽ ഒരു 2 മണി ആയപ്പോൾ ഞങ്ങൾക്ക് വെളുപ്പിന് ഒരു ഫോൺ കോൾ വന്നു. ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട അങ്കിൾ തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ചില ദിവസങ്ങളായിട്ട് വെഞ്ഞാറമൂട്ടിലുള്ള ഗോകുലം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയിരുന്നു, ICU-വിലായിരുന്നു. എന്നാൽ താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് താൻ ചേർക്കപ്പെട്ടു എന്ന വാർത്ത കേട്ടപ്പോൾ ഒരുപാട് വേദനയോടെ ഞങ്ങൾ പിന്നെ അതിനുശേഷം ഉറങ്ങാൻ കഴിഞ്ഞില്ല. കുറെ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അല്പം വേദനയോടെ തന്നെ ആയിരിക്കുന്നു എന്ന് പറയുന്നതിലാണ് എനിക്ക് പറയാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ കുടുംബത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ ദൈവം ധൈര്യപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സഹായവും സംരക്ഷണവും എൻ്റെ കർത്താവിന്റെ അവരുടെ കണ്ണുനീരിനെ കർത്താവ് തുടയ്ക്കട്ടെ എന്ന് നമുക്ക് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. ഈ പകൽക്കാലം ഈ മീറ്റിംഗിലായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസന്മാർ, പ്രത്യേകിച്ച് ഈ മീറ്റിംഗിന്റെ അഡ്മിനായിരിക്കുന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ, അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ ദാസന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ആവശ്യം കൂടി അറിയിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് പകൽക്കാലം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഭയാനകമായ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മുടെ രാജ്യം ഇന്ന് കടന്നു പോകുന്നത്. നമുക്കറിയാം. ഈ സമയത്ത് നാം ഏറ്റവും അധികം ചെയ്യേണ്ടത് ശക്തമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. കർത്താവിന്റെ ദാസി പ്രാർത്ഥന ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് നാം ശക്തമായി നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട അനിവാര്യതയെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കട്ടെ. വിശ്വാസത്തോടെ നമുക്ക് ദൈവസ്ഥലത്തിൽ പ്രാർത്ഥിക്കാം. ഈ സാഹചര്യങ്ങളെല്ലാം മാറിപ്പോകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വാർത്ത കാണുന്ന സമയത്ത് നമ്മുടെ പല പ്രിയപ്പെട്ടവരും അവിടെ കുടുങ്ങിപ്പോയ പലരും നാട്ടിലേക്ക് വരാൻ കഴിയാതെ വളരെ ഭാരപ്പെടുന്നതായിട്ടാണ് അറിയുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ദൈവം അവിടെയായി സൂക്ഷിക്കണം. അവർക്ക് കൃത്യസമയത്ത് നാട്ടിലേക്ക് വരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും, അവർക്ക് ട്രാവൽ ചെയ്യാനുള്ള സംവിധാനങ്ങളും ദൈവം ഒരുക്കി കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ദൈവം നമ്മെ ഓരോരുത്തരെയും സൂക്ഷിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ എവിടെയായി ദൈവം സൂക്ഷിക്കേണ്ടതിന്
നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മർക്കോസിന്റെ വിശേഷത്തിലേക്ക് ഒന്ന് വരാം. അതിന്റെ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ചില കാര്യങ്ങൾ അവിടെ നിന്ന് ഓർമ്മിപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മർക്കോസിന് വിശേഷം 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് താൻ തന്റെ പിതൃദേശത്ത് ചെന്നതായിട്ട് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം കർത്താവ് കാൽനടയായിട്ടാണ് ഏറിയ പങ്കും സഞ്ചരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പടകിൽ കയറി അവൻ അക്കരെ പോയതായിട്ട് കാണുന്നു. കഴുതപ്പുറത്ത് അവൻ സഞ്ചരിക്കുന്നുണ്ട്. മറ്റേറിയ പങ്കും കർത്താവ് കാൽനടയായിട്ട് സഞ്ചരിക്കുകയാണ്. അവന് 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്, അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് തന്റെ പിതൃനഗരത്തിൽ ചെന്നു. പ്രൈസ് ദി ലോർഡ്. അവന്റെ ശിഷ്യന്മാരും അവനെ അനുഗമിച്ചു. ശബ്ദത്തായപ്പോൾ അവൻ പള്ളിയിൽ ഉപദേശിച്ചു തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണ് കാണുന്നത്. നമുക്കറിയാം കർത്താവ് പല യെരൂശലേം ദേവാലയത്തിലും മറ്റ് പല ദൈവാലയങ്ങളിൽ ചെന്ന് അവിടെ ഉപദേശിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ ചെന്ന് ദൈവവചനം സംസാരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പലരും കേട്ട് വിസ്മയിച്ചു എന്നാണ് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് അവന്റെ പിതൃനഗരത്തിലുള്ള ഒരു ചർച്ചിലേക്ക് അവൻ കടന്നു വരുമ്പോൾ ആ പള്ളിയിൽ അവൻ സംസാരിക്കുന്ന സമയത്ത് പലരും കേട്ട് വിസ്മയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വാക്കുകൾ വായിക്കുന്ന സമയത്ത് എന്നെ ഒത്തിരി കാര്യങ്ങൾ ഇതിൽ നിന്ന് ചിന്തിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പലരും കേട്ട് വിസ്മയിച്ചു. ഇവ എവിടെ നിന്ന്? പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, അവരുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു പോയി ആദ്യമായിട്ട്. പ്രൈസ് ദി ലോർഡ്. അവര് ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവവചനം അവിടെ സംസാരിക്കപ്പെടുന്ന സമയത്ത് അവരുടെ ചിന്ത ഇതായിരുന്നു, ഇവ എവിടെ നിന്നാണ് ലഭിച്ചത്? പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം ഇന്നത്തെ സഭകളെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് ആരും പറഞ്ഞു തരാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് ദൈവവചനം സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും മുൻപുള്ള കാലയളവിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന സമയത്ത് ആ ആരംഭകാലത്തൊക്കെ ധാരാളം അത്ഭുതങ്ങളെ പലയിടത്തും നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്ന വേളയിൽ തന്നെ അനേകര് സൗഖ്യമാകുന്നതും അനേകര് വിടുതൽ പ്രാപിക്കുന്നതും ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതിന്റെ കാരണം? ഞാനൊന്ന് തുലനം ചെയ്ത് നോക്കിയപ്പോൾ ഇത് ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണെന്നറിയാമോ? മുൻവിധി ഇല്ലാതെ ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ അവരിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അവര് അത്ഭുതങ്ങളെ കണ്ടത്. ദൈവത്തിന് മഹത്വം. ഒരു മുൻവിധി കൂടാതെ ദൈവസന്നിധിയിൽ ആര് പ്രസംഗിച്ചെന്ന് പറഞ്ഞാലും, ആര് ദൈവവചനം പ്രസംഗിക്കുമ്പോഴും, നാം ദൈവവചനം വായിക്കുമ്പോഴും ഒരു മുൻവിധിയുമില്ലാതെ സൃഷ്ടിപ്പിന്റെ ഈ വചനത്തെ, സൃഷ്ടിച്ച ഈ വചനത്തെ, പ്രൈസ് ദി ലോർഡ്, ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ ഉണ്ടായ ഈ വചനത്തെ, പ്രൈസ് ദി ലോർഡ്, നാം മുൻവിധിയില്ലാതെയാണ് ദൈവസന്നിധി ഇരിക്കുന്നത്. തീർച്ചയായിട്ടും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ ഈ ദൈവം ശക്തനായ ദൈവമാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പലരും കേട്ട് വിസ്മയിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇവ എവിടെ നിന്ന്? ഇവന്റെ കയ്യാൽ നടക്കുന്ന വീര്യപ്രവൃത്തികളും എന്ത്? ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസേ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായി തച്ചനല്ലയോ? അവർ അവിടെ ക്രിസ്തുവിനെ കണ്ട കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിനെ അവിടെ പള്ളിയിൽ പ്രസംഗിക്കുന്നവനായി അവർ കണ്ടപ്പോൾ അവർ കണ്ടത് തച്ചനായ ക്രിസ്തുവിനെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. യാക്കോബ്, യോസേ എന്നിവരുടെ സഹോദരനായ ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു അവർ കണ്ടത്. പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കായി രക്തമൂറ്റി തന്ന പ്രാണനാഥനായ ക്രിസ്തുവിനെയാണ് നാം കാണുന്നതെങ്കിൽ, നമ്മെ വീണ്ടെടുപ്പുകാരനായിട്ടാണ് നാം കാണുന്നതെങ്കിൽ, നാം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം നമുക്ക് തീർച്ചയായിട്ടും മറുപടി തരിക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക എന്ന്. ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനാണ് നമ്മുടെ കർത്താവ്. നമുക്കറിയാം നാം രക്ഷിക്കപ്പെട്ടത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം നേരിട്ട് കണ്ടിട്ടല്ല, നമുക്ക് വേണ്ടി രക്തം ചെയ്യുന്നത് നേരിട്ട് കണ്ടിട്ടല്ല, പിന്നെയോ ഏതോ ഒരു ഡേറ്റിൽ, ചില വർഷങ്ങൾക്ക് മുമ്പ്, ചില കാലങ്ങൾക്ക് മുമ്പ്, പ്രൈസ് ദി ലോർഡ്, ആരോ നമ്മോട് സുവിശേഷം അറിയിച്ചപ്പോൾ നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കുകയും ഈ ക്രിസ്തുവിൽ, കർത്താവിന്റെ ക്രൂശീകരണത്തിലും അവൻ എനിക്ക് വേണ്ടി രക്തമൂറ്റി തന്നു എന്നുള്ളതായ എന്റെ വിശ്വാസത്താലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. അപ്പോഴാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നെ രക്ഷയിലേക്ക് നയിച്ചത്. ഞാൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചത്
ആ കർത്താവിനെ കുറിച്ച് ഞാൻ കേട്ടതുകൊണ്ട്, ഞാൻ കേട്ടപ്പോൾ എനിക്കായിട്ട് വ്യക്തിപരമായി എന്റെ യേശു എനിക്ക് വേണ്ടി രക്തം തന്നു എന്ന്, എന്നെ വീണ്ടെടുത്തു എന്ന്, എന്റെ പാപത്തെ മോചിച്ചു എന്ന് ഞാൻ വിശ്വസിച്ച സമയത്താണ്, നാം ഓരോരുത്തരും വിശ്വസിച്ച സമയത്താണ് നാം രക്ഷയിലേക്ക് കടന്നു വന്നത്. ആ സമയത്താണ് നമ്മുടെ പേരിനെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്ത്, നമ്മുടെ പേരിനെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തു എന്ന് ഞാനും നിങ്ങളും നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടില്ല എങ്കിൽ പോലും പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ആത്മാവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഈ സമയത്ത് എന്റെ പേരിനെ എന്റെ കർത്താവ് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്തു എന്ന്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത് നമ്മുടെ ഹൃദയത്തിനകത്ത് ആ നിമിഷം മുതൽ ഒരു വലിയ പ്രത്യാശയെ ദൈവം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് നാം ദൈവസ്ഥലത്തിലേക്ക് കടന്നു വരുമ്പോൾ, നമുക്കറിയാം ഇന്നത്തെ സഭാ ചരിത്രത്തിലേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അനാത്മീയന്മാർ വർദ്ധിച്ചു, ജഡികന്മാർ വർദ്ധിച്ചു, സംശയിക്കുന്നവർ വർദ്ധിച്ചു, സംശയത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കുന്നവർ വർദ്ധിച്ചു. ക്രൈസ്തവർ എവിടെ നോക്കുമ്പോഴും അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ കാലങ്ങൾ പിന്നിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മുടെ പിതാക്കന്മാരുടെ കാലത്തേക്ക് നമ്മൾ വരുമ്പോൾ, അവര് ഈ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചു, വിശ്വസിച്ചു. അവര് ദൈവവചനം പറയുമ്പോഴും ദൈവവചനം കേൾക്കുമ്പോൾ ഇത് ദൈവത്തിന്റെ വചനമാണെന്നുള്ളതായ ബോധ്യത്തോടു കൂടി അത് കേട്ടത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ അത് അത്ഭുതമായി പരിണമിച്ചു. ക്രൈസ്തവോ, അവരുടെ വിശ്വാസത്തിന് ശക്തി ഉണ്ടായിരുന്നു. നമുക്കറിയാം ഈ 6-ാം അധ്യായത്തിലേക്ക് പരിശോധിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ചും ക്രൈസ്തവോ അവിശ്വാസത്തിന്റെ ശക്തിയെക്കുറിച്ചും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വിശ്വാസത്തിന് ശക്തി ഉള്ളതുപോലെ തന്നെ അവിശ്വാസത്തിനും ശക്തിയുണ്ട്. ക്രൈസ്തവോ, ചില ആഴ്ചകൾക്ക് മുമ്പ് നാഗ്പൂരിലുള്ളതായ എന്റെ ഒരു പ്രിയ വിശ്വാസി തന്നെ തീർത്തും വയ്യാത്തൊരു സാഹചര്യത്തിൽ എന്നെ അങ്ങനെയുള്ള സമയത്ത് വിളിക്കാറുണ്ട്. ആ പ്രിയപ്പെട്ടവൻ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. ക്രൈസ്തവൻ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കണം എന്നതുപോലെയാണ് വിഷയങ്ങൾ. അത് പറഞ്ഞ സമയത്ത് ഞാൻ ആ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിനനുസരിച്ച് ഞാൻ ആ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിച്ചു. ആമേൻ പറഞ്ഞു. അന്ന് വൈകുന്നേരം, അന്ന് രാത്രിയിൽ ഞാൻ ആ പ്രിയപ്പെട്ടവനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ സൗഖ്യമായി എന്ന് താൻ പറയുന്നത് എനിക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. ക്രൈസ്തവൻ സൗഖ്യമാക്കിയത് ക്രൈസ്തവൻ ഞാനല്ല. പ്രാർത്ഥിച്ച സമയത്ത് ആ പ്രിയപ്പെട്ടവൻ വിശ്വസിച്ചപ്പോൾ ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ കരം തന്റെ മേൽ വെച്ച് എന്റെ കർത്താവ് സൗഖ്യമാക്കി. അതാണ് അതിന്റെ യാഥാർത്ഥ്യം, അതാണ് അതിന്റെ സത്യം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ കണ്ടോ, ക്രൈസ്തവോ, അവന്റെ പിതൃനഗരത്തിലേക്ക് യേശു ചെന്നപ്പോൾ അവിടെ കടന്നു ചെന്നിട്ട് ഹല്ലേലൂയ, അവൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്ന സമയത്ത് ആ വചനം അവർ കേട്ടപ്പോൾ അവരുടെ ആദ്യത്തെ ചിന്ത ഇവന് ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കറിയാം, നമ്മളെ സുവിശേഷത്തിലേക്ക് തിരിയുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്ന് ചോദിച്ച സന്ദർഭങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവന് ഭ്രാന്തുണ്ട് എന്ന് അവന്റെ ആൾക്കാർ പറഞ്ഞു. ഇവൻ ഭൂതങ്ങളുടെ തലവനായ പ്രൈസ് ദി ലോർഡ് ബെയൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് അവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ, ക്രൈസ്തവോ, ഇവന്റെ സഹോദരികളും നമ്മളോടൊപ്പം ഇല്ലയോ എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ അവിശ്വാസത്തെ അവരാരും ഈ കർത്താവിൽ വിശ്വസിച്ചില്ല. ക്രൈസ്തവോ, അല്ലേ? കാരണം അവർക്കൊരിക്കലും ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല കർത്താവിൽ ഉള്ളതായ ക്രൈസ്തവോ അവൻ ദൈവപുത്രനാണെന്ന് ഒരിക്കലും അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ല. കാരണം അവർ ദീർഘവർഷങ്ങളായി കർത്താവിനെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവന്റെ കയ്യാൽ അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു, മറ്റെന്തോ ശക്തിയാണ് ഇവനിൽ വ്യാപരിക്കുന്നത് എന്നവര് ഉറച്ചു വിശ്വസിക്കുവാൻ തുടങ്ങി. അതുകൊണ്ട് അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അവർക്കൊന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. ആ ദൈവാലയത്തിനകത്ത് അവിടെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല, ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിസ്മയകരമായ ഒരു വലിയ യാഥാർത്ഥ്യം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ ഈ അവിശ്വാസം പറഞ്ഞവർ, ഈ അവിശ്വാസത്തിൽ മുന്നോട്ട് പോയവർക്ക് അവരുടെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ കാലയളവിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഒരു തലമുറ അവര് ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്, അവര് വചനം കേൾക്കുന്നുണ്ട്, അവര് വചനത്തിൽ പ്രതികരിക്കുന്ന പോലെയൊക്കെ ആംഗ്യം കാണിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ, ഒരുപാട് അഭിനയിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആത്മീയതയുടെ അഭിനയത്തിലേക്ക് ജനം കടന്നു പോകുമ്പോൾ, അനേക പ്രിയപ്പെട്ടവർ കടന്നു പോകുമ്പോൾ അതിലെ ഒരു കൂട്ടർ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ നമുക്ക് അതിന്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ 7-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: ഏതാനും ചില രോഗികളുടെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തിയത് അല്ലാതെ അവിടെ
വീര്യപ്രവൃത്തികൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതെന്നെ വിസ്മയിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. ഇത് ആരാണ്? ഇത് ഏതെങ്കിലും ഒരു ക്രൂസൈഡ് നടത്താൻ വന്ന ഒരു പാസ്റ്റർ അല്ല ഇവിടെ പ്രസംഗിച്ചത്. ഇവിടെ പ്രസംഗിച്ചത് ആരാണ്? സാക്ഷാൽ ജീവനുള്ള ദൈവമാണ്. സാക്ഷാൽ ജീവിക്കുന്ന ക്രിസ്തുയേശുവാണ് ഇവിടെ പ്രസംഗിച്ചത്, ഈ ദൈവാലയത്തിനകത്ത് പ്രസംഗിച്ചത്. അപ്പോഴുള്ളതായ അവരുടെ പ്രതികരണത്തെ കുറിച്ചാണ് നമ്മൾ അല്പം മുമ്പ് ഇവിടെ വായിച്ചു കേട്ടത്. ഇവിടെ സംഭവിച്ചത് എന്താണ്? നമ്മളിവിടെ വായിച്ചു കേട്ടത്, ഏതാനും ചില രോഗിയുടെ മേൽ കൈവച്ച് അവർക്ക് സൗഖ്യം വരുത്തിയത് അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ആർക്ക് കഴിഞ്ഞില്ല? യേശു കർത്താവിന് പോലും കഴിഞ്ഞില്ല. കണ്ടോ? അപ്പൊ വിശ്വാസത്തിന്റെ ശക്തി, അവിശ്വാസത്തിന്റെ ശക്തി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വിശ്വാസത്തിന് എത്രമാത്രം ശക്തി ഉണ്ടോ അതേപോലെ തന്നെ അവിശ്വാസത്തിനും ശക്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 2-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. 1 തെസ്സലോനിക്കർ അതിന്റെ 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഞാൻ വായിക്കുന്നു. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതാണ്. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി, അതാണ് ഓരോ മെസ്സേജിലൂടെയും നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് വരേണ്ടത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞാൻ ഇപ്രകാരം ചിന്തിക്കുകയാണ്. ഒരു ഗ്ലാസ്സിനകത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തതിന് ശേഷം നമ്മുടെ മേശപ്പുറത്തേക്ക് അത് വെക്കുക. അത് വെള്ളത്തിന് നമുക്കറിയാം രുചിയില്ല, നിറമില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. ദ്രാവകാവസ്ഥയിലുള്ളതായ ദ്രവരൂപത്തിലുള്ള ആ വെള്ളം നമുക്കറിയാം, അതാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. അത് ഒരു ഗ്ലാസ് എടുത്ത് നമ്മുടെ മേശപ്പുറത്തേക്ക് വെച്ചതിന് ശേഷം ഒരു സിറിഞ്ചിനകത്ത് കളറുള്ള മഷി എടുത്തതിന് ശേഷം ഈ വെള്ളത്തിനകത്തേക്ക് ഒന്ന് സിറിഞ്ച് ചെയ്ത് ഒന്ന് കുത്തി വെച്ച് നോക്കുക. ഈ വെള്ളത്തിന്റെ കളറിന് വ്യത്യാസം വരും നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താ കാര്യം? ഈ മഷിയുടെ കളർ ചുവപ്പായാലും കറുപ്പായാലും നീലയായാലും ആ കളറ് ഈ വെള്ളത്തിനകത്തേക്ക് വരുമ്പോൾ, അതിനകത്ത് മിക്സ് ആകുമ്പോൾ, കുറേശ്ശെ ആ വെള്ളത്തിനകത്ത് മിക്സ് ആകുമ്പോൾ ആ വെള്ളത്തിന്റെ കളറിനൊരു വ്യത്യാസം വരുന്നു. ഇതുപോലെ നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നാം എപ്രകാരം അത് ദൈവവചനമായിട്ട് ഉൾക്കൊള്ളുന്നുവോ, ദൈവവചനമായിട്ട് വിശ്വസിക്കുന്നുവോ, ആ വിശ്വസിക്കുന്നവരിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എക്സ്റേ കിരണങ്ങൾ കണ്ടുപിടിച്ച റോൺജനെ കുറിച്ച് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. അതാണ് എക്സ്റേ. ഈ കിരണങ്ങൾ, ഈ അൾട്രാവയലറ്റ് രശ്മികൾ പല പ്രാവശ്യമായിട്ട് താൻ പരീക്ഷണങ്ങളിലൂടെ നടത്തി കൊണ്ടുവന്നപ്പോൾ ഒരിക്കൽ തന്റെ കൈവിരലുകൾ, തന്റെ കൈകൾ ഈ എക്സ്റേ കിരണങ്ങളുടെ മുൻപിൽ ഇങ്ങനെ പിടിച്ചു കൊടുത്തപ്പോൾ താൻ ആ ഭിത്തിയിൽ കണ്ട ചിത്രം കണ്ട് ഞെട്ടിപ്പോയതായിട്ട് അറിയുന്നത്. കാരണം തന്റെ മാംസം ഒന്നും അതിനകത്ത് കാണാൻ കഴിയുന്നില്ല, അതിനകത്തുള്ള എല്ലുകൾ മാത്രം കണ്ടു. പ്രൈസ് ദി ലോർഡ്. താൻ അത്ഭുതപ്പെട്ടു പോയി. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു കാര്യം. ഈ അൾട്രാവയലറ്റ് രശ്മികൾ ഈ കൈവിരലുകൾക്കിടയിലൂടെ കടന്നുപോയി അതിനകത്തുള്ളതായി എല്ലുകളുടെ ചിത്രം ആ ഭിത്തിയിൽ പതിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ ദൈവത്തിന്റെ വചനമാകുന്ന കണ്ണാടിയിലൂടെ പ്രൈസ് ദി ലോർഡ് നാം നമ്മെ നോക്കുമ്പോൾ, ഞാൻ എന്നെ നോക്കുമ്പോഴാണ് യഥാർത്ഥ എന്നെ എനിക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്റെ ദൈവം നമ്മോട് സംസാരിക്കുന്നത് ഈ വചനത്തിലൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഈ സംസാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന ഈ വചനം ഞങ്ങൾ അനേക പ്രാവശ്യം കേട്ടതാണല്ലോ. പ്രൈസ് ദി ലോർഡ്. അതല്ല, ഇത് സാക്ഷാൽ ആകുന്നത് പോലെ ദൈവത്തിന്റെ വചനമാണെന്നുള്ളതായ വിശ്വാസത്തോടെ നാം അത് സ്വീകരിക്കുമ്പോൾ, നാം അത് കേൾക്കുമ്പോൾ സംശയലേശമന്യേ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പ്രൈസ് ദി ലോർഡ്. നാം പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാവരും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വചനമെങ്കിലും അതിനകത്ത് പ്രൈസ് കോട്ട് ചെയ്യാതെ പ്രാർത്ഥിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തോടെ ആ വചനം പറഞ്ഞാണ് നാം പ്രാർത്ഥിക്കുന്നത്. അത് പലപ്പോഴും അത് നമ്മുടെ ജീവിതത്തിലേക്ക്, അത് പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ വചനം അത് നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യാൻ തുടങ്ങുകയാണ്.
പറയുകയാണ്. പ്രൈസലോ, നമുക്കറിയാം പ്രൈസലോ, മണ്ണിൽ നിന്നാണ് മനുഷ്യനെ എടുത്തത്. മനുഷ്യനെ രൂപകൽപ്പനച്ച് ദൈവം തന്റെ ഓൺ ഇമേജിൽ, പ്രൈസലോ, ദൈവം തന്റെ സ്വന്തം സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ നിർമ്മിച്ച്, പ്രൈസലോ, അവൻ പൊടിയിൽ നിന്ന് എടുത്ത് അവനെ നിർമ്മിച്ചിട്ട് അവിടെ തന്നെ അവൻ കിടക്കുകയാണ്. ആ സമയത്ത് അവന് ജീവനുണ്ടായിരുന്നില്ല. അവന്റെ ശരീരത്തിൽ അസ്ഥികളോ മാംസമോ അതുപോലെ രക്തമോട്ടമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയോ ദൈവത്തിന്റെ ജീവശ്വാസം അവൻ മൂക്കിൽ ഊതിയ സമയത്ത് ഒരു വലിയ പരിവർത്തനം, ഒരു വലിയ മാറ്റം അവിടെ ഉണ്ടായി. പെട്ടെന്ന് തന്നെ ജീവൻ അവനിലേക്ക്, ആ പൊടിയായി കിടക്കുന്നതായ ആ മനുഷ്യന്റെ അകത്തേക്ക് പ്രവേശിക്കുകയും വളരെ വേഗത്തിൽ തന്നെ ക്ഷണനേരത്തിൽ അതിനകത്ത് അസ്ഥിയും മാംസവും രക്തവും എല്ലാം ഒന്നിച്ചു കൂടി വന്നു. പ്രൈസലോ, അതൊരു രൂപാന്തരപ്പെട്ട ഒരു മനുഷ്യനായി തീർന്നു. പ്രൈസലോ, ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നതുപോലെ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിലുള്ള വിശ്വാസം എപ്രകാരം? ഹല്ലേലൂയ. കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിപ്പീൻ എന്നാണ് പറയുന്നത്. പ്രൈസലോ, നാം ധാരാളം വിശ്വാസത്തിന്റെ പ്രസംഗം കേൾക്കുന്നു. നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നു. എന്നാൽ നമ്മുടെ വിശ്വാസം, ക്രിസ്തുയേശുവിലുള്ള നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? പ്രൈസലോ, അല്ലെ, ഇവിടെ അവന്റെ പിതൃഭവനത്തിലേക്ക് അവൻ വന്നപ്പോൾ അവന്റെ പ്രിയപ്പെട്ടവർ അവനെ കുറിച്ച് പറഞ്ഞത്, ഇവൻ തച്ചനല്ലയോ, ഇവന്റെ സഹോദരികളും സഹോദരന്മാരും നമ്മോട് കൂടെ ഇല്ലയോ, ഇവ എവിടെ നിന്നാണ് കിട്ടുന്നത്? കാരണം മറ്റുള്ളവരാരും സംസാരിച്ച് കേട്ടിട്ടില്ലാത്തത് അവര് കേട്ടു. പ്രൈസലോ, അതുകൊണ്ട് അങ്ങനെ സംശയത്തോടുകൂടി അവനെ വീക്ഷിച്ചപ്പോൾ അവരുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെയാണെന്ന് തിരിച്ചറിഞ്ഞ കർത്താവിന് പോലും അവിടെ ആ ദൈവാലയത്തിനകത്ത്, ആ ദേശത്ത് ഒരൊറ്റ അത്ഭുതങ്ങൾ പോലും ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതാനും ചില രോഗിയുടെ മേൽ കൈവച്ചവർക്ക് സൗഖ്യം വരുത്തിയതല്ലാതെ അവിടെ വലിയ വീര്യപ്രവൃത്തി ഒന്നും ചെയ്യുവാൻ യേശു കർത്താവിന് കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിശ്വാസത്തിന്റെ ശക്തി എത്ര ഭയങ്കരമായിട്ട് അവിടെ പ്രതിഫലിക്കപ്പെട്ടു. പ്രൈസലോ, എന്റെ പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നാം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം വിശ്വാസത്താൽ നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രായോഗിക തലത്തിൽ എത്തിച്ചേരണമെങ്കിൽ ആ പ്രസംഗിക്കപ്പെടുന്ന വചനം നാം ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യണമെങ്കിൽ ഒരു വലിയ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക്, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വരേണ്ടത് വളരെ അനിവാര്യമാണ്. നമുക്കതിന്റെ 6:56 ഒന്ന് പോകുമ്പോൾ അവിടെ നമ്മളിപ്പോൾ കണ്ടത് ആ അവിശ്വാസത്തിന്റെ ശക്തി എത്ര വലിയതാണെന്ന്. അവിടെ ക്രിസ്തു യേശുവിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാതിരുന്നപ്പോൾ നമുക്കറിയാം സാധാരണക്കാരായ ആളുകളുടെ ജീവിതത്തിലേക്ക് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ നമുക്ക് വേദപുസ്തകത്തിലുടനീളം കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്നറിയാമോ? ഊരുകളിലോ, നമുക്ക് അവിടെ 6:56 നമ്മൾ വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്, ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെയും അവർ ചന്തകളിൽ രോഗികളെ കൊണ്ടുവന്നു വെച്ചു. അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ എങ്കിലും തൊടയേണ്ടതിന് അപേക്ഷിക്കുകയും അവനെ തൊട്ടവർക്കൊക്കെയും സൗഖ്യം വരികയും ചെയ്തു. അപ്പൊ വിശ്വാസത്തിന് ശക്തി ഉള്ളതുപോലെ തന്നെ അവിശ്വാസത്തിന് ശക്തി ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ കണ്ടോ, ആ വിശ്വാസത്തിന്റെ ശക്തി കണ്ടോ? കർത്താവിത മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അവൻ അവിടെ എത്തി, ഗന്നേസരെ ദേശത്ത് എത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ അവരുടെ കൂട്ടായ്മ കണ്ടോ, അവര് മറ്റുള്ളവരോടുള്ളതായ അവരുടെ സ്നേഹം കണ്ടോ? പ്രൈസലോ, അവര് ചന്തകളിൽ അതുപോലെ കളിലൊക്കെ രോഗികളെ കൊണ്ടുവച്ച് കർത്താവിന്റെ മുമ്പിൽ വെച്ചതിന് ശേഷം പ്രൈസ് ലോർഡ് കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുവാൻ അനുവാദം ചോദിച്ചു. തൊട്ടവർക്കൊക്കെ സൗഖ്യം വന്നു എന്നവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. തൊട്ടവർക്കെല്ലാം സൗഖ്യം അവരുടെ ശരീരത്തിൽ വ്യാപരിക്കുകയുണ്ടായി. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു മുൻവിധിയെല്ലാം മാറ്റിവെച്ച്, ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു കർത്തൃദാസൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവസന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൈവം നമ്മോട് ചിലത് സംസാരിക്കും. വചനത്തിലൂടെയാകാം, ദൈവാത്മാവിന്റെ ശബ്ദം നമ്മൾ കേൾക്കുന്നത്, ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താകാം ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നാം കേൾക്കുന്നത്. ആ സമയത്ത് നിശ്ചയമായിട്ട് നമ്മുടെ ബുദ്ധിയുടെ സ്വിച്ച് നാം ഓഫ് ചെയ്യണം എന്ന് അദ്ദേഹം പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നാം ബുദ്ധി കൊണ്ടൊരിക്കലും നമുക്ക് ഈ വചനത്തെ ഗ്രഹിപ്പാൻ സാധ്യമല്ല. ബുദ്ധി കൊണ്ടൊരിക്കലും, നമ്മുടെ ജ്ഞാനം കൊണ്ടും നമ്മുടെ കഴിവ് കൊണ്ടും ബലം കൊണ്ടും നമുക്കൊരിക്കലും ഈ വചനത്തെ മനസ്സിലാക്കുവാൻ ഗ്രഹിപ്പാൻ സാധ്യമല്ല. അതുകൊണ്ട് നമുക്ക് ശിശു സഹജമായ ഒരു മനസ്സോടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴാണ് ദൈവം തന്റെ ക്രിയ, തന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്
നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ ഒരു നിഷ്കളങ്ക മനസ്സോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവേ, എന്നോട് സംസാരിക്കണമേ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്റെ വിശ്വാസത്തിന്റെ അളവിനെ വർദ്ധിപ്പിക്കണമേ, ഞാൻ അങ്ങിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു, അങ്ങിൽ ആശ്രയിക്കുന്നു എന്ന് നമുക്ക് ദൈവത്തോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഹല്ലേലൂയ അവൻ ആളുകളെ കൊണ്ടുവന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവെ, അങ്ങയുടെ വസ്ത്രത്തിന്റെ തൊങ്ങലും തൊടുവാൻ അനുവാദം തരണം. അവൻ അനുവാദം കൊടുത്തു. വിശ്വാസത്തോടെ ആരൊക്കെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടോ, എന്റെ രോഗം മാറും. ഈ സമയത്ത് തന്നെ അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ഞാൻ തൊടുമ്പോൾ എന്റെ രോഗം മാറും എന്ന് വിശ്വസിച്ചവർക്കൊക്കെയും വിടുതലും സൗഖ്യവും അവിടെ കാണുവാനായിട്ട് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഓർമ്മയുണ്ട്, ചില കാലങ്ങൾക്ക് മുമ്പ് ഞാൻ നാഗ്പൂരിലായിരിക്കുന്ന സമയത്ത് ഞാനും പ്രൈസ് ദി ലോർഡ് ഷോലാപ്പൂരിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന പാസ്റ്റർ ജോൺ വെൽസൺ, ഞങ്ങൾ ഒരുമിച്ച് പ്രൈസ് ദി ലോർഡ് ജഗദീഷ് നഗർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, ഗംഗാനഗർ എന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നുപോയി. അവിടെ ചെല്ലുമ്പോൾ പ്രൈസ് ദി ലോർഡ് കുറെ കുട്ടികൾ കൂടി നിൽക്കുന്നു. അവരുടെ നടുവിൽ ഒരു പ്രായം ചെന്ന വല്യമ്മച്ചി ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രായം ചെന്ന ഒരു അമ്മൂമ്മ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ കാത്തിരിക്കുകയാണെന്ന് കുട്ടികൾ പറഞ്ഞു. ആക്കി ഇന്തിസാർ മേ ഹെ, നിങ്ങളെ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താണ് കാര്യം? അപ്പോൾ അവര് പറഞ്ഞു, ഭയങ്കര തലവേദന, എനിക്ക് ഒന്ന് പ്രാർത്ഥിക്കണം, നിങ്ങൾ എന്റെ തലയിൽ കൈവച്ചെന്ന് പ്രാർത്ഥിക്കുമോ? അങ്ങനെ അവർക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി തലവേദനയെ ഞങ്ങൾ ശാസിച്ചു. പ്രൈസ് ദി ലോർഡ്. ആമേൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട വല്യമ്മച്ചി തൊട്ടടുത്തുന്ന കുട്ടിയുടെ കയ്യിലേക്ക് 2 രൂപ കൊടുത്തിട്ട് പറഞ്ഞു, തൊട്ടടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയി ഒരു ഗുളിക ഇങ്ങ് വാങ്ങിക്കൊണ്ട് വാ എന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, പ്രൈസ് ദി ലോർഡ്. യേശു നമ്മെ തൊടുമ്പോൾ, കർത്താവ് നമ്മെ സ്പർശിക്കുമ്പോൾ നമ്മുടെ രോഗത്തിൽ നിന്ന്, നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പരിഹാരം തരുന്ന ദൈവമാണ്. അതുകൊണ്ട് കർത്താവിന്റെ കരത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. മുൻവിധികളില്ലാതെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്തിയെല്ലാം. കർത്താവെ, എന്റെ മുൻവിധികളെ മാറ്റണമേ, എന്റെ അവിശ്വാസത്തെ മാറ്റണമേ, എന്റെ കർത്താവിനുള്ള വിശ്വാസം എന്നിൽ വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വചനം, അതാര് സംസാരിക്കുമ്പോഴും, അതാര് പറയുമ്പോഴും, നാം സ്വയം തിരുവചനം വായിക്കുമ്പോഴും നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥനയോടെ ആയിരിക്കാം. കർത്താവെ, എന്നോട് ഇടപെടണമേ. എന്റെ പ്രൈസ് ദി ലോർഡ് സ്തോത്രം നിഷ്കളങ്കതയോടെ കർത്താവെ, സഹജമായൊരു മനസ്സോടെ തിരുസന്നിധിയിൽ ഇരിപ്പാൻ, സംശയലേശമന്യെ തിരുവചനത്തിൽ വിശ്വസിപ്പാൻ, ദൈവത്തിൽ ആശ്രയിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ, വിടുതലിന് കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശീർവദിച്ചുകൊണ്ട് ദൈവസന്നിധിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എത്ര ശക്തമായിട്ടുള്ള ദൈവവചനം നമ്മൾ കേട്ടത്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ പ്രസംഗവും വചനവും ഒക്കെ കേട്ടവരെ അതിശയിച്ചു. ഇവനുള്ള ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ചോദിച്ചെങ്കിലും ആ ജ്ഞാനം സ്വീകരിക്കുന്നതിനോ, നമുക്കറിയാം നിക്കോദെമോസൊക്കെ ചെന്നിട്ട് വലിയ ജ്ഞാനിയായിട്ടുള്ള വലിയ ഇൻഫ്ലുവൻസ് ഒക്കെയുള്ള ആളായിരുന്നു. പക്ഷെ അദ്ദേഹം കർത്താവ് പറഞ്ഞതൊക്കെ കേട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള മറ്റുള്ള ആളുകൾ ഇത് കേട്ടിട്ട്, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അത് കേട്ടിട്ട്, ഇവന് ഈ ജ്ഞാനം എവിടുന്ന് കിട്ടി, ഇവൻ ആരാന്ന് ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞ് അവർ ആ ജീവന്റെ വചനത്തെ തള്ളിക്കളയുകയായിരുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ്. നമ്മൾ മറ്റ് സാഹചര്യങ്ങളും ഒക്കെ നോക്കി നമ്മൾ മുൻവിധി പറയുകയാണ്. അങ്ങനെ മുൻവിധികളില്ലാതെ വിശ്വസിച്ചവർക്കാണ് എപ്പോഴും സൗഖ്യമൊക്കെ കിട്ടിയത്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണ്. നമുക്ക് പല മുൻവിധികളും പല ചിന്തകളും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ആയിരിക്കണം, കർത്താവ് ഇങ്ങനെ ആയിരിക്കും എന്നെ അനുഗ്രഹിക്കുന്നത്. നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ ശക്തിയും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അതെങ്ങനെയാണെങ്കിലും പൂർണ്ണമായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ പോലെ ചോദ്യങ്ങളില്ലാതെ നമ്മുടെ ചിന്തകളൊക്കെ മാറ്റിവെച്ച് പൂർണ്ണമായിട്ട് ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രിഫറൻസും ഒക്കെ മാറ്റിവെച്ച്, മുൻവിധികളും ഒക്കെ മാറ്റിവെച്ച്, കർത്താവെ നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ വളരെ ശക്തമായി തിരുവനന്തപുരത്ത് നിന്ന് സംസാരിച്ചു. അത് നമുക്ക് അനുഗ്രഹമാകട്ടെ. ഈ വരുന്ന ദിവസങ്ങളിലും കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു.